ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ആരോഗ്യ ഗുണമുള്ള മുതിര ഉലർത്തിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ അരക്കപ്പ് മുതിര എടുത്തേക്കുന്നത്. 250 ml കപ്പിലാണ് ഞാൻ അരക്കപ്പ് എടുത്തേക്കുന്നത്. 100 ഗ്രാം ഉണ്ട്. ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം, എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുതിർക്കാതെ ഇത് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 9-10 വിസിലെങ്കിലും വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചേക്കുന്ന മുതിരയത് ഒരു 9 വിസിലൊക്കെ ഞാൻ വെച്ചായിരുന്നു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചാറും ബാക്കി ഉണ്ടായിരുന്നു, ഒരു 1/2 കപ്പൊക്കെ. അതും ഒന്ന് ഊറ്റി മാറ്റി വെക്കണം. ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. പിന്നെ മീഡിയം സൈസിലെ 10 വെളുത്തുള്ളി ചതച്ചത്, ഇതുപോലൊന്ന് ചതച്ചാൽ മതി, ചെറുതായിട്ട്, ഒരുപാടങ്ങ് ചതക്കണ്ട. കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്, നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് ചെറുതായിട്ട്. ഇനി ഈ സവാളയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് നിറം മാറാൻ തുടങ്ങിയാൽ മതി, അങ്ങനെ ഗോൾഡൻ കളറൊന്നും ആകണ്ട. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം, ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഈ മുതിര വേവിച്ച ചാറുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന മുതിരയും കൂടെ ചേർത്ത് കൊടുക്കാം. പോരാത്ത ഉപ്പും കൂടെ ചേർക്കാം, ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഓരോ ഉപ്പിലും വ്യത്യാസം കാണും. ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരമൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. 4-5 മിനിറ്റ് നേരമൊക്കെ വെക്കാം. മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കും. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, ഇതുപോലൊക്കെ ഒന്ന് ഇങ്ങനെ പെരണ്ടിരിക്കാത്ത രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളിയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായിട്ടുണ്ട്, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയതായി മുതിര. ഈ പ്രോട്ടീനൊക്കെ നിറയെ മുതിരയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും കഞ്ഞിയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.